ഹലോ വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. കുടംപുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് ചേർത്ത നല്ല നാടൻ ഫിഷ് കറിയാണിത്. അപ്പോൾ ഈ ഒരു ഫിഷ് കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കണമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ കറിക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം ഒരു ചട്ടി, അതിലേക്ക് ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ ചെറിയ ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ചെറുതായി വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇഞ്ചിയും അതുപോലെ തന്നെ ആ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ച് ആ അളവിലെല്ലാം വ്യത്യാസം വരുത്താം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ മുളക് പൊടിയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് നമുക്ക് മീൻ വേവാനുള്ള ആ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം മീനിൻ്റെ അളവിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് വലിയ ഫിഷൊന്നും അല്ല, ഒരു മീഡിയം സൈസ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചേർത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇതാ മീൻ കറി നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളതാണ് നാളികേരപ്പാൽ. നാളികേരപ്പാൽ അളവിനനുസരിച്ച് ഞാനിവിടെ ഒരു 1/2 കപ്പോളം ചേർത്തിട്ടുണ്ട്. ഒരു വീണ്ടും നമ്മളിത് അടച്ചു വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യണത്. ഇതാ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉള്ളി കൂടിയും താളിച്ച് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ആ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അത് മേലെ ചേർക്കുമ്പോൾ കറിക്കൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കറിയെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറിയാണത്. എന്തായാലും ഈ ഒരു റെസിപ്പി എൻ്റെ അനിയത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തനി നാടൻ ഫിഷ് കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.